മൈ വീഡിയോ. സോ ഞാൻ ലാസ്റ്റ് കാർഡിയോവാസ്കുലർ ടെക്നോളജി കോഴ്സിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചേഴ്സ്, പിന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. സോ അതിൽ കുറേ പേര് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. സോ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഡൗട്ട്സ് എല്ലാം ഞാൻ ഡയറക്റ്റ് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിലാവട്ടെ, അതല്ല ഹാർട്ട് ആൻഡ് ടെക്കി ഇൻസ്റ്റാഗ്രാം പേജിലാവട്ടെ, രണ്ടിലും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു എ കമൻറ്റ് ബിലോ ദ വീഡിയോ. സോ മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ലാസ്റ്റ് ഞാൻ ചെയ്തിട്ട വീഡിയോയിൽ കുറേ പേര് കുറേ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. സോ എൻ്റെ ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ മെയിനായിട്ട് ചോദിച്ചത് ഒരു ഡൗട്ട്, ഞാനത് ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ കുറേ പേർക്ക് ക്ലിയർ അല്ലായിരുന്നു. കാരണം കാർഡിയോവാസ്കുലർ, കാർഡിയാക് കെയർ അങ്ങനെയുള്ള പല പേരുകളിലായിട്ട് ഈ സെയിം കോഴ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അല്ല ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു കോളേജിൽ തന്നെ കൊടുക്കുന്ന കോഴ്സിൽ കാർഡിയോവാസ്കുലർ ഒരു കോഴ്സ്, കാർഡിയാക് കെയർ അല്ലെങ്കിൽ കാർഡിയാക് ടെക് ഒരു കോഴ്സായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കോഴ്സ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരധികം ഡൗട്ട് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഈ കാർഡിയാക് ടെക്നോളജി അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിൽ രണ്ട് മെയിനായിട്ടുള്ള സെക്ഷനാണുള്ളത്. ഒന്ന് എക്കോ കാർഡിയോഗ്രഫി, ദെൻ അനദർ വൺ ഈസ് എ കാത്ത് ലാബ്. സോ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക, ഇതർ എക്കോ ഓർ ദ കാത്ത് ലാബ്. ഓക്കെ, സോ ചില കോളേജസിൽ എന്താ പറയുക, എക്കോ കാത്ത് ലാബ് എന്ന് പറയുന്നത് രണ്ട് കമ്പൈൻഡ് ആയിട്ടുള്ള കോഴ്സാണ്. ഇപ്പം ഞാൻ ഇറങ്ങിയത് കോവ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റൽ, KMCH ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് വിച്ച് ഇസ് അഫിലിയേറ്റഡ് ടു MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സോ എൻ്റെ അറിവിൽ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള എല്ലാ കോളേജസിലും തമിഴ്നാട്ടിൽ ഈ കോഴ്സിൻ്റെ പേര് കാർഡിയാക് ടെക്നോളജി എന്നാണ്. ബട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ സീനിയേഴ്സൊക്കെ മണിപ്പാലിൽ പഠിച്ചവരുണ്ട്. സോ അവരുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഐ തിങ്ക് ദ കോഴ്സ് നെയിം is cardiac care technology. In that both echo and the cath lab is included. Okay, പിന്നെ അത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ അമൃതയിലൊക്കെ ഓട്ടോണമസ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അമൃതയിൽ എക്കോ കാത്ത് എന്ന് പറയുന്നത് രണ്ട് സെപ്പറേറ്റ് കോഴ്സാണ്. എക്കോ ഒരു 3 year or 4 years കോഴ്സ്, കാത്ത് ലാബ് ഈസ് ഓൾസോ സെപ്പറേറ്റ് കോഴ്സ്. സോ അതാണ് ഫസ്റ്റ് ഡൗട്ട്. പിന്നെ മെയിനായിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്കോപ്പിനെ കുറിച്ചിട്ടാണെങ്കിൽ കുറേ പേർക്കാണെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് ഭയങ്കര ഡൗട്ട്സ് ഉണ്ട്. കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ എന്താ പറയുക, പഠിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുക, ജോലി കിട്ടാണ്ടിരിക്കുക. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, ജോലിയൊന്നും കിട്ടാതിരിക്കില്ല. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിങ്ങിനെ വെച്ച് എപ്പോഴും കമ്പയർ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വേക്കൻസീസ് വളരെ കുറവാണ്. കാരണം ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിയുമ്പോൾ അവിടെ പല പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സസിൻ്റെ എന്താ പറയുക, റിക്വയർമെൻറ്റ് വളരെയധികം കൂടുതലാണ്. നമ്മൾ കാർഡിയോളജി എടുക്കുമ്പോൾ ആ ഒരു കാർഡിയാക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാലറിയാം, നഴ്സിംഗ് എവിടെ ആയിക്കഴിഞ്ഞാലും ഇപ്പം നഴ്സിംഗ് പോകേണ്ടവർക്ക് നഴ്സിംഗ് എടുക്കാം, നമ്മളിപ്പോൾ അത്രയും പറയുന്നില്ല. പിന്നെ വേറെ ചോദിച്ചത് എന്താ പറയുക, അത്രയധികം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. നഴ്സിംഗ് ഒക്കെ വെച്ച് രണ്ടും പഠിക്കാനുണ്ട്, പക്ഷേ വർക്ക് റിലേറ്റഡ് വെച്ച് നോക്കുമ്പോൾ നഴ്സിങ്ങിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഹെവി വർക്കും കാര്യങ്ങളും അത്രയ്ക്ക് കഷ്ടപ്പാട് വരുന്നില്ല. നമ്മളെക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് പഠിച്ചിറങ്ങാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് അങ്ങോട്ട് അധികം ടഫ് എന്നൊന്നും പറയാനില്ല. മാക്സിമം ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൽ നിന്ന് നിങ്ങൾ അക്വയർ ചെയ്യാൻ നോക്കുക നോളജ്. മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. റെഫറൻസ് മെയിൻ ഈസ് ദ റെഫറൻസ് ആണ്. ധാരാളം കാർഡിയോളജി ടെക്സ്റ്റ് ബുക്സ് കാര്യങ്ങൾക്ക് നിങ്ങൾ റെഫറൻസ് ചെയ്യുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാക്സിമം പിക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ചോദിച്ചത് PSC എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കോഴ്സ് നമ്മൾ എവിടെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് കേരളത്തിൽ PSC എഴുതാം. പക്ഷേ എൻ്റെ അറിവിൽ PSC എന്ന് പറയുന്നത് നമ്മുടെ വേക്കൻസിക്ക് കാത്ത് ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലാണ് നമുക്ക് PSC വരുന്നത്. എക്കോ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എൻ്റെ അറിവിൽ പോസ്റ്റ് ഇല്ല. ഓക്കെ, സോ അതാണ് വേറൊരു ഡൗട്ട്. പിന്നെ രജിസ്ട്രേഷൻ്റെ കാര്യവും അതേപോലെ തന്നെ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് ഒക്കെ പഠിച്ചവരല്ല, നോർത്ത് സൈഡൊക്കെ പഠിച്ചവർക്ക് കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യാമോ എന്നുള്ളൊരു ഡൗട്ട് ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾ ഔട്ട്സൈഡ് പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളൊരു രജിസ്ട്രേഷൻ കാണിക്കേണ്ടി വരിക. കോഴ്സ് കഴിഞ്ഞാൽ തന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ കോഴ്സ് രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ കുറേ എന്താ പറയുക, സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഞാൻ കണ്ടു. സ്കോപ്പ് ഇല്ലായൊന്നുമില്ല.
പിന്നെ ഞാൻ ഈ വീഡിയോ പ്രൊമോഷൻ എന്നുള്ള രീതിയിലൊന്നും അല്ല ഇടുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ പേഴ്സണൽ പ്രിഫറൻസാണ്. കാരണം ഞാൻ കോഴ്സ് എടുത്ത സമയത്ത് എന്താ പറയുക, കോഴ്സിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ എടുത്ത് അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്തത്. അല്ലാതെ എനിക്ക് കോഴ്സിനെ കുറിച്ച് ഇതാണ് ഇൻക്ലൂഡഡ്, നമ്മൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊക്കെ പുറത്ത് പോകാൻ പറ്റും, ഇതാണ് രജിസ്ട്രേഷൻ എന്നൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. സോ പുതിയതായിട്ട് എടുക്കുന്നവർക്ക് എന്താ പറയുക, അതൊരു ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നഴ്സിംഗ്, പിന്നെ ചോദിച്ചേക്കുന്നത് നഴ്സിംഗ് അല്ലെങ്കിൽ ഒപ്റ്റോമെട്രി, ഡയാലിസിസ് ടെക്നോളജിസ്റ്റ് ഈ കോഴ്സ് എടുക്കണോ അല്ലെങ്കിൽ കാർഡിയാക്ക് എടുക്കണോ എന്ന് ചോദിച്ച് കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഡൗട്ട് ചോദിച്ചിരുന്നു. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്, നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഏത് കോഴ്സ് എടുക്കണത്. ഞാൻ കാർഡിയാക്ക് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ കാർഡിയാക്ക് എടുക്കണം ഞാൻ ഒരിക്കലും പറയില്ല. ഈവൻ ഞാൻ പഠിച്ച കോളേജ് വരെ ഞാൻ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതെല്ലാം എല്ലാവരുടെയും പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യം, ഫീസ് സ്ട്രക്ചർ 1 ഇയർ മാക്സിമം 1 lakh ഒരു കോളേജസിൽ പറയാം. അങ്ങനെ 4 years ഉണ്ട്. സോ മിനിമം 4 lakhs എങ്ങനെയാലും കോഴ്സ് ഫീസ് സ്ട്രക്ചർ തന്നെയാണ് കോഴ്സ് ഫീസ്. ഇത് കൂടാതെയുള്ള ഫീസാണ് വരുന്നത് ഡൊണേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ്സാണ് നമുക്ക് മോസ്റ്റ്ലി ഉള്ളത്. ഗവൺമെൻറ് സീറ്റ്സ് വളരെയധികം കുറവാണ്. ഗവൺമെൻറ് സീറ്റ്സിലൊക്കെ 40 to 60 or 70,000 നമുക്ക് പെർ ഇയർ തന്നെ നമുക്കത് എന്താ പറയുക പഠിച്ചിറങ്ങാൻ പറ്റും. പിന്നെ ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും, സെം എക്സാം ആയിരിക്കും. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ആനുവൽ ബേസ് ആയിരുന്നു. മോസ്റ്റ്ലി എൻ്റെ അറിവിൽ എക്സാംസ് ആനുവൽ ബേസ്ഡ് ആണ്. ബട്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ സെം ബേസ്ഡ് ആണ് എക്സാംസ്. സോ ഈച്ച് യൂണിവേഴ്സിറ്റി ഇറ്റ് വാരീസ്. നമ്മൾ ഏത് കോളേജിൽ പഠിക്കുന്നു അല്ലെങ്കിൽ അത് അവിടുത്തെ ഏത് അഫിലിയേഷനാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്, അവരുടെ ഒരു ഫീസ് സ്ട്രക്ചർ, അവരുടെ ഒരു സിലബസ് ആയിരിക്കും ഓരോരുത്തും. പിന്നെ അതേപോലെ തന്നെ സെയിം കോഴ്സ് എടുത്ത, ഇപ്പോൾ ഞാനൊരു കോഴ്സ് എടുത്തു, എൻ്റെ ഇതേ കോഴ്സ് എടുത്ത ഒരു കുട്ടി വേറൊരു കോളേജിൽ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഞാൻ ഫസ്റ്റ് ഇയർ രണ്ടുപേരും പഠിക്കുന്ന സെയിം സബ്ജക്ട്സ് ആയിരിക്കും. പക്ഷേ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ പോകുമ്പോൾ എനിക്കൊരു സിലബസ് ആയിരിക്കും, ആ കുട്ടിക്ക് വേറെ സിലബസ് ആയിരിക്കും. കാരണം ഓരോ യൂണിവേഴ്സിറ്റിയിലും അവരുടേതായിട്ടുള്ള കോഴ്സിൻ്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതുമാത്രമാണ് ഒരു ഡിഫറൻസ് ഉണ്ടാകുക. ഓക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഡു കമൻറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ കാർഡിയാക്ക് എടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഞാൻ കാർഡിയാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ റെഫർ ദാറ്റ്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് റെഫറൻസ് ആക്കി എടുക്കാം. ഓക്കെ. സോ പിന്നെ ചോദിച്ചിരുന്നത് പഠിക്കാൻ ടഫാണെന്നാണ്. ഞാനിപ്പോഴും പറയാം, നമ്മൾ മാക്സിമം ബുക്സ് റെഫറൻസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായാലും അത് പഠിച്ചിറങ്ങാവുന്നതേ ഉള്ളൂ. ജോലി കിട്ടിയില്ല എന്ന് ആരും പേടിക്കണ്ട. എന്തായാലും നമുക്ക് ജോലി കിട്ടും. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും നമ്മുടെ സൈഡിൽ നിന്ന്. തീരെ ജോലി കിട്ടാതെ നമ്മൾ വീട്ടിലിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.